കുരുമുളക് കുറച്ച്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ജീരകം, പിന്നെ തേങ്ങ വഴറ്റിയിടണം, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ബീഫിൻ്റെ കഷ്ണങ്ങളിൽ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കലർത്തി പുരട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പെരിഞ്ജീരകവും കുരുമുളകും കറുവാപ്പട്ടയും ഏലക്കായും ഗ്രാമ്പൂവും ഇവിടെ പൊടിക്കാൻ പോവുക. ഞാൻ പൊടിക്കുന്നതിൻ്റെ കൂടെ സർവ്വ സുഗന്ധിയുടെ ഇലയും കൂടെ ഇടുക. അതിന് വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ട് ഒന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കാൻ പോവുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ പൊടിക്കാൻ എടുത്ത സാധനങ്ങളെല്ലാം ചെറുതായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മീറ്റ് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി എടുത്തു, കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2-3 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും എരി കൂടുതലായ വിഷമമുള്ളവർക്ക് അതുകൊണ്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഓഫ് ചെയ്യുക. ഇറച്ചി കഷ്ണത്തിലിട്ട് ഒന്ന് പുരട്ടി അരമണിക്കൂറോളം വെക്കണം. അടുത്തത് കുക്കറിനകത്ത് ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫ് ആയതുകൊണ്ട് കുറച്ച് വിസിൽ കൂടുതൽ അടുപ്പിക്കണം, എന്നാലേ അത് എന്ത് കിട്ടും. വഴറ്റി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിടുക. കറി ശരിയായിട്ടുണ്ട്. ഇന്ന് ചിലവർ തക്കാളിക്കൊക്കെ വഴറ്റിയിടും, ഞാൻ പക്ഷേ ഇട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അച്ഛൻ നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.